ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ 9 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ പൊരുതി മുന്നേറി വന്ന പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആരൊക്കെ നിങ്ങളെ തളർത്താൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ എത്ര വെല്ലുവിളികൾ നിങ്ങൾക്ക് നേരെ വന്നാലും അതിനെയെല്ലാം നേരിടാൻ എനിക്ക് സാധിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത്. മാത്രമല്ല, പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ച കഠിനമായ ജീവിത സാഹചര്യങ്ങളെ അതിജീവിച്ചതിൻ്റെ ഒരു ആത്മാഭിമാനമൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ്. അപ്പോൾ ഒരിടത്തും തോറ്റുകൊടുക്കില്ല എന്നുള്ള ആ ഒരു മനോഭാവമാണ് ഈ സമയം നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നത് അതൊക്കെ മറികടന്ന് നിങ്ങൾ പുറത്തിറങ്ങിയ ഒരു എനർജിയാണ്. മാത്രമല്ല, ഇതിലൊരു വെയിറ്റിങ്ങിൻ്റെ എനർജി കൂടിയുണ്ട്. അതായത് ഇവിടെ നിങ്ങൾ ആരെയോ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റെന്തിനോ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ചാളുകളുടെ ഒരു എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ അത് ചില വ്യക്തികളെ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലിയാവാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു പ്രൊട്ടക്ഷൻ ഈ ഒരു സമയം നിങ്ങൾക്ക് ഡിവൈൻ തരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ മുന്നിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനുള്ളൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഏഞ്ചൽസിനോടോ അല്ലെങ്കിൽ ദൈവത്തോടോ ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാം. അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് കാണുന്നത്. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് വേൾഡ് കാർഡാണ്. ഒരു പൂർണ്ണത എത്തിയ പോലത്തെ ഒരു എനർജിയാണ് ഇത്. അതുമാത്രമല്ല, ട്രാവൽ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അപ്രതീക്ഷിതമായിട്ടൊരു ട്രാവൽ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ഫെമിനിയൻ എനർജി, അതായത് ക്രിയേറ്റീവ് എനർജി നിങ്ങൾക്ക് ഈ ഒരു സമയം കൂടുതലായിട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ സമയം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർക്കിത് നിങ്ങളുടെ ഫാഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട, അതല്ലാന്നുണ്ടെങ്കിൽ ബ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളൊരു പുതിയ കാര്യം ലോഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് നിങ്ങൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവെയ്ക്കണിങ്ങിൻ്റെ ഒരു സമയമാണ് എന്നും കാണുന്നുണ്ട്. അപ്പോൾ അതാണ് പൂർണ്ണതയിലെത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ എഫേർട്ടിനുമൊക്കെ ഫലം തരുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അത് അത്ര എത്തുന്നില്ല എന്ന് തോന്നലുള്ള ആൾക്കാർക്ക്, എവിടേക്കോ നമ്മുടെ പ്രാർത്ഥനകൾ ബ്ലോക്കായി പോകുന്നു എന്ന് വിചാരിച്ചിരുന്ന ആളുകൾക്ക് അതൊക്കെ മാറിയിട്ട് ഈ സമയം
അതായത് പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സംതൃപ്തി തോന്നുമെന്നുള്ളതാണ്. ചിലപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കാം നിങ്ങൾക്കങ്ങനെ തോന്നുന്നത്. കുറേ നാളുകൾക്ക് ശേഷമായിരിക്കാം അത്തരത്തിലൊരു സംതൃപ്തി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ എത്ര സമയമില്ലെങ്കിൽ പോലും അതിന് നിങ്ങൾ എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ എഫേർട്ട് ഇടുക. കുറച്ച് സമയമെങ്കിലും നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ പ്രാണായാമമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളിലുള്ള കുറേ നെഗറ്റിവിറ്റീസ് എല്ലാം ഈ പ്രാണായാമത്തിലൂടെ പുറത്തു പോകും. അപ്പോൾ ഇതിലൊരു പൂർണ്ണത വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 6 ഓഫ് കപ്പിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ പണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത പല കാര്യങ്ങളും വീണ്ടും നിങ്ങളിലേക്ക് ഓർമ്മകളായും അല്ലെങ്കിൽ അല്ലാതെയും ഒക്കെ വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ അത്തരത്തിൽ ചില സ്ഥലങ്ങളിലേക്ക് പോകുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അടുത്ത ആരെയെങ്കിലും കണ്ടുമുട്ടുന്നതാകാം. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത ആരെങ്കിലും ആവാം. അപ്പോൾ അത്തരത്തിലൊരു എനർജി ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ചില ആൾക്കാർ നിങ്ങളുടെ പാസ്റ്റിലുള്ള ചില ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സന്തോഷ നിമിഷങ്ങൾ വീണ്ടും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സമയം ചിലപ്പോൾ പല ആൾക്കാർക്കും നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിരുന്ന ആളുകളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആൾക്കാർ നിങ്ങളിലേക്ക് വീണ്ടും റീകണക്ട് ചെയ്ത് നിങ്ങളിലേക്ക് വീണ്ടും വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം കുറേ മെമ്മറീസ് നിങ്ങളിലേക്ക് വന്നേക്കാം. കുറേ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ചിലപ്പോൾ നടന്നിട്ടില്ലായിരിക്കാം. പക്ഷെ അതിൻ്റെ മെമ്മറീസ് നിങ്ങളിലേക്ക് വന്നേക്കാം. പക്ഷേ അത് പോസിറ്റീവാണ്. നമ്മളൊന്ന് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്വപ്നം കാണുക, നല്ല സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണ് എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇവിടെ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വളരെ ഒരു പ്രൊഡക്റ്റീവായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ചെയ്ത പല കാര്യങ്ങളെക്കുറിച്ചും ഓർത്ത് ഒരു സന്തോഷം നിങ്ങൾക്ക് വരും. ഈ ഒരു കാര്യങ്ങൾ ഇനി മുന്നോട്ട് തുടർന്നുകൊണ്ട് പോകണം. കാരണം നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഇതിനോടകം നിങ്ങൾ ചെയ്ത് തീർത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം. മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, നമ്മൾ മാറ്റി വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ ചിലപ്പോൾ അലസത കൊണ്ടോ മടി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി കൊണ്ടോ ഒക്കെ നമ്മൾ മാറ്റി വെച്ചിരുന്ന കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ മാറ്റി, അതായത് നിങ്ങളുടെ മടിയും നിങ്ങളുടെ അലസതയും ഒക്കെ മാറ്റി നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു കറക്റ്റ് റൂട്ടിലേക്ക് വന്നെന്ന് പറയും പോലത്തെ ഒരു എനർജിയിലാണ്. അതുപോലെ ഇതിൽ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത ആ ഒരു കർമ്മഫലം നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്നുവെന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്തതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തിയുടെ ഫലമാകാം. അപ്പോൾ നിങ്ങൾ സഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിച്ച കുറേ കാര്യങ്ങളുമാവാം. അപ്പോൾ അതിൻ്റെ ഫലം ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടെന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇതിൽ 9 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ കുറച്ച് നെഗറ്റീവായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്ത് വെക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളോ ആളുകളോ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു അടുത്ത സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇന്നലെ രാത്രി ഉറക്കം വരാതെ കിടന്ന കുറച്ച് ആളുകളുടെ ഒരു എനർജിയാണ് ഇത്. ചിലപ്പോൾ നിങ്ങൾ സ്വപ്നം കണ്ടതായിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തതായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ ഫേസ് ചെയ്യേണ്ടിയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള എന്തോ കാര്യങ്ങൾ. അപ്പോൾ അടുത്ത ദിവസം നിങ്ങൾക്കത് ഫേസ് ചെയ്യണം. അപ്പോൾ അതോർത്ത് ഇന്ന് നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്നതാവാം. ചിലപ്പോൾ ഒരു ലോൺ അടയ്ക്കുന്ന കാര്യമാവാം.
അപ്പോൾ അതിനുള്ള പണത്തിൻ്റെ കാര്യം ഓർത്തുള്ള ഒരു ടെൻഷൻ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നമുക്ക് എന്ത് കാര്യം വന്നാലും നമ്മളത് ഫേസ് ചെയ്തേ പറ്റുകയുള്ളൂ. നിങ്ങളിപ്പോൾ വറി ചെയ്യുന്ന ആ ഒരു കാര്യം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിക്കോളും. അപ്പോൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ചിരുന്ന് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉപദ്രവം ഉണ്ടാക്കാതെ ഇരിക്കുക. ഇപ്പോൾ നിങ്ങൾ എന്തിനെ പറ്റിയാണോ ആലോചിച്ച് ഇത്രയും ടെൻസ്ഡ് ആകുന്നത്, ആ ഒരു കാര്യം ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നിങ്ങളിൽ നിന്നും മാറിപ്പോകും എന്നുള്ളതാണ്. അതിനാൽ തന്നെ നിങ്ങൾ പിന്നീട് ചിന്തിക്കും, അതായത് അങ്ങനെ വിഷമിച്ചിരിക്കേണ്ടിയ ഒരാവശ്യവും ഇല്ലായിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയ ഒരു അവസരം വരുമെന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഓവർ തിങ്ക് ചെയ്യാതെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഈ ഒരു സമയം ഇരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ സമയം ദൈവാനുഗ്രഹമുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. അതായത് ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു സോൾ പാർട്ട്ണർ നിങ്ങളെ തിരക്കി വരുന്നതുമായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതുമാവാം. അപ്പോൾ ഇതിൽ നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ശരിക്കും ഒരു റീകൺസിലിയേഷൻ നടക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ 2 ഓഫ് കപ്സും അതുപോലെ 6 ഓഫ് കപ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആളായിരിക്കാം ഇത്. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് ഒരു റീകൺസിലിയേഷൻ ഉണ്ടാകുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇത് ബിസിനസ്സിൽ ഒരു പാർട്ട്ണർഷിപ്പ് വരുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ പാർട്ട്നേഴ്സിനെയൊക്കെ തിരക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഈ സമയം വരാൻ സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 8 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിലൊരു സക്സസ് ആണ്. നിങ്ങളുടെ വിഷമങ്ങളെല്ലാം ഹീല് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ നിങ്ങൾ ഹീല് ചെയ്ത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഹീല് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയുമ്പോഴാണ് നിങ്ങൾ ഹീലാകുന്നത്. കാരണം ഇവിടെ 9 ഓഫ് സോഡ്സിൻ്റെ എനർജിയിലാണ് കുറച്ച് ആളുകളെന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലതുപോലെ പ്രാർത്ഥിക്കാം, മെഡിറ്റേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഇതിലും ഒരു ട്രാവൽ കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ സമയം നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു യാത്ര പോകേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ ഒരു സമയം പ്ലാൻ ചെയ്യുന്നതുമാകാം. മാത്രമല്ല ഇവിടെ നിങ്ങൾ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യേണ്ട സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരാം. നിങ്ങൾക്ക് മുന്നിൽ തടസ്സം നിന്നിരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി വഴിമാറി അങ്ങനെ നിങ്ങൾ വളരെ സ്പീഡിൽ ഒരു മൂവ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് സാധ്യതകൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ്, ഒരു സക്സസ് ആണ്. അപ്പോൾ വളരെ വേഗത്തിൽ ഒരു വിജയം നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യതയും ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡിലേ ആയിരുന്ന ചില കാര്യങ്ങൾ അതിന് ഇവിടെ ഒരു എൻഡ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ സ്റ്റാർട്ട് ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള ഫലമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കുന്നതായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ ഭാഗ്യം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റക്കായിരുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ ഒരു പ്രോഗ്രസ്സും ഇല്ലായിരുന്ന കാര്യങ്ങളാവാം, അത് വളരെ പെട്ടെന്ന് ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതിന് വലിയ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സഡൻ ചേഞ്ചസ് വരുമെന്നുള്ളതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളിലേക്ക് വരുന്നുവെന്നും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ചില വ്യക്തികൾ ഒരു വാഹനം വാങ്ങുന്ന ഒരു എനർജി ഉണ്ട്. ഇത് ചിലപ്പോൾ ഒരു വാഹനത്തിന് വേണ്ടി നിങ്ങൾ ബുക്ക് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വാഹനം വാങ്ങണമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതുമാവാം. അത്തരത്തിലൊരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളിലൊരു മാജിക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇതിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സക്സസ് ആകുമെന്നുള്ളതാണ്. നിങ്ങളുടെ കൈകൊണ്ട് എന്ത് ചെയ്താലും അത് സക്സസ് ആകും. അപ്പോൾ ധാരാളം എനർജിയുള്ള കൈയാണ് നിങ്ങളുടേത്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ടൊന്ന് ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഈ ഒരു നെഗറ്റീവ് ചിന്തകളൊക്കെ നിങ്ങളൊന്ന് വിട്ടുകളഞ്ഞ് നിങ്ങളൊന്ന് പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഹീലിംഗ് പവറുള്ള ആൾക്കാരാണെന്നാണ്
ഹീലിംഗ് പവറും അതുപോലെ മാനിഫെസ്റ്റ് ചെയ്താൽ അപ്പം തന്നെ വർക്കാകും എന്നാണ്. പിന്നെ നിങ്ങൾ ആർക്കെങ്കിലും പൈസ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ സന്തോഷമായിട്ട് അത് കൊടുക്കാൻ ശ്രമിക്കുക. അതായത് വളരെ ഹാപ്പി ആയിട്ട് ഹാപ്പി മണി എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കുക. തിരിച്ച് ഇത് ഇരട്ടിയായിട്ട് എന്നിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് വേണം ആ ഒരു പൈസ നിങ്ങൾ കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ പൈസയോട് പറയുക, തിരിച്ച് എന്നിലേക്ക് ഇരട്ടിയായിട്ട് വരണമെന്ന് നിങ്ങൾ പറയുക. അപ്പോൾ അത് സന്തോഷത്തോടു കൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരും. അത് വേറൊരു വഴിയിൽ കൂടി തിരിച്ചു വരും. കാരണം അത്രയും മാനിഫെസ്റ്റേഷൻ പവറുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാജിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. അത് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. പല ആളുകളും അത് കാണാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളെ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തെ ഒരു പോസിറ്റീവാക്കി മാറ്റാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നാണ് ഇതിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ പേജ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ഒരു സമയം ഒരു പ്രണയത്തിൻ്റെ ഓഫർ വന്നേക്കാം. നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന, എക്സൈറ്റഡ് ആക്കുന്ന ഒരു ഓഫർ ഈ സമയം വരുമെന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് നിങ്ങളുടെ തന്നെ ഒരു ഇൻഡ്യൂഷൻ വർക്ക് ചെയ്ത് പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോഴുള്ള ഒരു സന്തോഷമാണ് ഇതിൽ കാണുന്നത്. പുതിയ എന്തോ ഒരു കാര്യം നിങ്ങളിവിടെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വളരെ സ്നേഹം തോന്നുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സന്തോഷമാകാം. അപ്പോൾ അങ്ങനെയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് നല്ലൊരു ഓഫറുമായിട്ട് ആരോ വരുന്നു എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലാണ് പ്രശ്നം ഉള്ളതെങ്കിൽ ചിലപ്പോൾ ആ ഒരു വ്യക്തി തന്നെ തിരിച്ചു വരുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വേറൊരാൾ നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് വരുന്നതാകാം. അപ്പോൾ അതല്ല, നിങ്ങൾക്ക് കരിയറിലാണ് എന്തെങ്കിലും തരത്തിൽ പ്രശ്നമുള്ളതെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ എൻജോയ് ചെയ്തിരുന്ന ഒരു ജോലി നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലൊരു കരിയർ ഓഫർ നിങ്ങൾക്ക് വരാനും സാധ്യത കാണുന്നുണ്ട്. ഇതിൽ കുറച്ച് ആൾക്കാർ കുറച്ചുകൂടി ഒന്ന് പ്ലാനിങ് ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റക്കായിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും ആ ഒരു സ്റ്റക്നെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ചിന്തിച്ച് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമ്മളൊന്ന് നിൽക്കുക. അതിനുശേഷം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ എന്താണ് അല്ലെങ്കിൽ എവിടെയാണ് വീഴ്ച പറ്റിയത് എന്ന് ഒന്ന് ആലോചിക്കുക. അത് നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അതിലെന്തെങ്കിലും തിരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരുത്തുക. അതിനുശേഷം മുന്നോട്ട് പോവുക. അപ്പോൾ ഇവിടെ നിങ്ങൾ കുറേ കാര്യങ്ങൾ ആലോചിച്ച് തിരുത്താൻ ശ്രമിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ പുതിയൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എന്തോ ഒരു പുതിയ സ്റ്റാർട്ടാണ്. മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലാതെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പൈസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരുന്നുവെന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങളൊരു ഓൺലൈൻ പോലത്തെ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഇൻവെസ്റ്റ് ചെയ്യുകയോ പുതിയൊരു ഐഡിയ വരുന്നതോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ സമയം നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ നിങ്ങൾക്കൊരു ഒരുപാട് പൈസ കിട്ടുന്ന തരത്തിലുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ 5 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ ചില ആളുകൾ പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും മിസ്റ്റേക്ക് അല്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇതെൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് എന്ന്. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിലും ആയിരിക്കാം, അത് അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുന്നുണ്ടാവാം. അതായത് എൻ്റെ ഭാഗത്ത് എന്താണ് മിസ്റ്റേക്ക്, ഞാൻ എന്ത് കാര്യമാണ് മാറ്റേണ്ടത്, അതൊക്കെ നിങ്ങൾ വീണ്ടും ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഉള്ളിലൊരു കോൺഫ്ലിക്റ്റ് നടക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ചിലപ്പോൾ കുറ്റം പറയാൻ തോന്നുന്നുണ്ടാവാം. ചില മിസ്റ്റേക്സ് ഓർത്ത് നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ മറ്റാരോടെങ്കിലും എതിർത്ത് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതോർത്താവാം. പക്ഷെ നിങ്ങൾ പാസ്റ്റായിട്ട് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പാസ്റ്റിൽ നടന്ന എല്ലാ കാര്യങ്ങളും എല്ലാ അനുഭവങ്ങളും നിങ്ങൾക്കൊരു
പാഠമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ചില നല്ല പാഠങ്ങൾ എനിക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ചില ആൾക്കാർക്ക് നിങ്ങളുടെ വർക്ക് പ്ലേസിലൊക്കെ ചിലർ മത്സരബുദ്ധിയോടെ പെരുമാറാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് മത്സരബുദ്ധിയോടെ ചിന്തിക്കുന്ന ചില ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അതിനാൽ നിങ്ങൾ ഈ ഒരു സമയം തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ മറ്റാരോടും നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന നല്ല കാര്യങ്ങളൊന്നും തന്നെ മുൻകൂട്ടി ആരോടും നിങ്ങൾ പറയാതിരിക്കുക. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ രഹസ്യമാക്കി വയ്ക്കേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ രഹസ്യമാക്കി തന്നെ വയ്ക്കുക. മാത്രമല്ല, നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്നറിയാൻ ചില ആളുകൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ അറിയാനായിട്ട് നിങ്ങളെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ നിന്നൊരു അകലം പാലിക്കേണ്ടതുണ്ട് എന്നാണ്. കാരണം ചില ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ ഉയർച്ചയോട് അസൂയ തോന്നിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അസൂയപ്പെടുന്ന തരത്തിൽ ചില ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കരുതലോടെ ഇരിക്കേണ്ടതുണ്ട് എന്നാണ് ഇതിൽ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.